ഇങ്ങനൊരു ചിക്കൻ റെസിപ്പി കിട്ടിയാൽ ആരായാലും വയറ് നിറയെ അങ്ങ് കഴിച്ചോളും. പൊറാട്ട ആയാലും ചപ്പാത്തി ആയാലും അപ്പം ആയാലും എന്തിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിൽ ചിക്കൻ കൊണ്ടാട്ടോ നിങ്ങൾ റെഡിയാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പൊറാട്ടയാണ് കേട്ടോ കോമ്പിനേഷനാക്കി എടുത്തിട്ടുള്ളത്. ചിക്കനിലേക്ക് കാശ്മീരി മുളക് പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ലെമൺ ജ്യൂസും ഉപ്പും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഓയിലിൽ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല. ഈ ഒരു ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ആ ഒരു ഓയിലിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ വേറെ പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് ഒരു 5 വറ്റൽമുളക് ചേർത്തിട്ടൊന്ന് വറുത്ത് മാറ്റി വെക്കുക. പിന്നെ ഒരു 25 ചെറിയുള്ളിയും അതിലേക്ക് കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. ഇതുപോലെ നന്നായിട്ട് വഴന്ന് വന്നാൽ ഒരു വലിയ പച്ചമുളക് 4ആയിട്ട് കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ അതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ചില്ലി ഫ്ലേക്സ് ഒരു 4 ടീസ്പൂൺ ചേർത്തിട്ട് നമ്മുടെ എരിവിനനുസരിച്ച് കൂട്ടുകയും ചെയ്യാം കേട്ടോ. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും 3/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് വേണമെങ്കിൽ ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചുകൂടെ കറിവേപ്പിലയും ഒരു 1/2 മുറി ചെറുനാരങ്ങ നീരും നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള വറ്റൽമുളകും ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി. ഇഷ്ടമായാൽ ഫോളോ ചെയ്യണേ.